ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ, ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ. മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ. ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ, ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ. മിസ്ക് വീശും പൂമദീന. والصلاة والسلام على أشرف رسول الله وآل كل وصحابة أجمعين أما بعد. بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه وعلى آله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, ഉമറാക്കൾ, ഉലമാക്കൾ, മാന്യ സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്തു തരുമാറാവട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ലോകത്ത് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും പാടിക്കൊണ്ടിരിക്കണം എന്നുള്ള തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് സ്വഹാബയും താബിയുകളും ഖുലഫാഉർ റാഷിദീങ്ങളും മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ മുഴുവനും ഒരുപാട് അവിടുത്തെ മദ്ഹുകൾ പാടുകയും പറയുകയും അതിനുവേണ്ടി സമയം നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പാതിരാ സമയം നടന്നു പോകുമ്പോൾ, ആരുമില്ലാത്തൊരു ചെറിയ കുടിലിൽ വെച്ചുകൊണ്ട് വളരെ പ്രായമുള്ള ഒരു ഉമ്മാമ ഇങ്ങനെ പാട്ട് ചൊല്ലുന്നത് കേട്ടപ്പോൾ ആ വീടിന്റെ അടുത്ത് പോയി നോക്കുകയും എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണെന്ന് മനസ്സിലാവുകയും റദ്ദിൽ കലിമാത്തി അനിഫ, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആ ലഫ്ളുകൾ, ആ ബൈത്തുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണേ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ വളരെ പ്രായം ചെന്ന ഉമ്മ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊടുക്കുകയും ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ എനിക്കും വേണ്ടി ആ ബൈത്തിൽ ഒന്ന് ഉൾപ്പെടുത്തി ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോൾ വഗ്ഫിർ ലഹു യാ ഗഫാർ, ഉമറിനും നീ പൊറുക്കണേ അല്ലാ, ഉമറിനും നീ ദറജ നൽകണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന മദ്ഹ് നിർത്തിവെക്കണമെന്ന് പറയാതെ അവിടെ വെച്ച് ഖുലഫാഉർ റാഷിദീങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ അവർ അംഗീകാരം കൊടുത്തതായി ഹദീസുകളിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അത് സംസാരിക്കാനുള്ള സമയം അല്ല. ഏതായാലും ലോകത്ത് മുഴുവനും ഹബീബിന്റെ മദ്ഹ് നടക്കുമ്പോൾ, ലോക രാഷ്ട്രങ്ങളിൽ മുഴുവനും നടക്കുമ്പോൾ, സ്വീറ്റ് ഓഫ് മദീന, മടക്കര അൽ മദീന ജിഫ്രിയാബാദിലുള്ള വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് മുഴുവനും നബി തങ്ങളുടെ മദ്ഹാണ്. മലയാളത്തിലും ഉറുദുവിലും അറബിയിലും മഹാന്മാർ രചിച്ച, മഹാന്മാർ ഈണം നൽകിയ വരികൾ അങ്ങനെ പാടുക, അങ്ങനെ പുകഴ്ത്തുക. ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ പാടുമ്പോൾ മലായികത്തീങ്ങൾ നമ്മുടെ സദസ്സിൽ കാവലാണ്. ഇല്ലാ ഹഫ്ഫത്തുൽ മലായിക, മലക്കുകൾ ചുറ്റിപ്പറ്റി നിന്നിട്ടല്ലാതെ ആ സദസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബിന്റെ സദസ്സിൽ മദ്ഹ് ചെല്ലുമ്പോൾ ആ ഹബീബ് ഹുളൂറാകും, ആ ഹബീബ് സന്നിഹിതരാകുമെന്ന് ഇമാമിങ്ങളായ ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കാണാനുള്ള കണ്ണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറുനാ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനുള്ള കണ്ണില്ല, അല്ലാഹു നൽകുമാറാവട്ടെ. നല്ല നീയത്തോടെ ഞാൻ എന്റെ നേതാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അവിടുത്തെ ശബ്ദം എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല, അവിടുത്തെ ചെരുപ്പിന്റെ അടി പോലും തൊടാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യരാണ്. അതുകൊണ്ട് ഹബീബിന്റെ മദ്ഹ് ഞാൻ ചെല്ലുമ്പോൾ എനിക്കതിലൂടെ ഈമാൻ വർദ്ധിക്കണം, എനിക്ക് സ്വർഗത്തിലും അവിടുത്തെ കാണാൻ കഴിയണം, ഖബറിൽ വെച്ച് കാണുമ്പോഴും അവിടുത്തെ തിരിച്ചറിയാൻ കഴിയണം എന്ന നീയത്തോടു കൂടി ഇരിക്കുക. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 5 സ്വഹാബാക്കളെ നേരിട്ട് കണ്ട മഹാനാണ്. 5 സ്വഹാബാക്കളെ കണ്ട ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ തങ്ങൾ ഉണ്ടാക്കിയ ഖസീദത്തുൻ നുഅ്മാനിയ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെല്ലണം. അതുപോലെ ബഹുമാനപ്പെട്ട ഉത്തരേന്ത്യയിലുള്ള മുഹമ്മദ് ഫാദിൽ അഹ്മദ് റസാ ഖാൻ ഫാദിലി ബറൽവി റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ നിന്നുണ്ടാക്കിയ ഉറുദുവിലുള്ള നാത്തുകൾ നമുക്ക് കേൾക്കണം, നമുക്ക് ഒന്നിച്ചു ചെല്ലണം. ഇന്നത്തെ രാത്രികൾ ഹബീബിന് വേണ്ടിയാണ്, ഇന്നത്തെ രാത്രികൾ ആ ഹബീബിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ കൂടെ പൊള്ളുന്ന തണുത്തുകൊണ്ട് വിറക്കുന്ന രാത്രികളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളുവിന്റെ വെള്ളവുമായി കൂജയുമായി വീടിന്റെ പുറത്ത് കാവലിരുന്ന, തണുപ്പിന്റെ കാറ്റ് വീശുന്ന അവിടുത്തെ റീഹസ്വബയാണെന്ന നിയ്യത്തോട് കൂടിയിരുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ തണുപ്പ് പോലും ഹൃദയത്തിൽ നിന്നും ഭേദിച്ചുകൊണ്ട് ഈമാനിന്റെ മതിൽക്കെട്ടുകളിലിരുന്ന സ്വഹാബ റളിയല്ലാഹു അൻഹും ആ പാതിരാക്ക് മുത്തുനബിക്ക് വേണ്ടി വുളുവിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കൂജയുമായി നിന്നിരുന്നുവെങ്കിൽ ഒരു ദിവസം ഒരു രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സദാത്തുക്കൾ വലിയ വലിയ ഉലമാക്കൾ അവരുടെ സവിധത്തിൽ വെച്ച് നമുക്ക് മദ്ഹ് ചൊല്ലാം. നബിദിനത്തിന്റെ രാത്രികൾ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്ന സദസ്സാണ്, ആദരിക്കുന്ന സദസ്സാണ്. അവിടുത്തെ എത്ര ബഹുമാനിച്ചാലും അവിടുത്തെ എത്ര ആദരിച്ചാലും അത് അധികമല്ല. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുമ്പോൾ ആദരവ് കൂടി പോകുന്നു എന്ന് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ബഹുമാനം കൂടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ഈമാൻ ഊരിക്കളയുന്ന പ്രവൃത്തികളിൽ നിന്നും നമ്മളെല്ലാവരും മാറി നിൽക്കണം. അല്ലാഹു നമ്മുടെ കുടുംബത്തെയും നാട്ടുകാരെയും നന്നാക്കി തരട്ടെ, നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാ നിലക്കും ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കേട് രക്തമെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കൊമ്പ് വെക്കുക എന്നാ പറയൽ, ശരീരത്തുള്ള കേടുള്ള രക്തം എടുത്തു മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. അതേ നബി തങ്ങൾ കേട് രക്തമെടുക്കുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് കേട് രക്തമുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ പറയൽ അത് കേടാണ്. ആ രക്തം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹയെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബൂ തൽഹ, ഈ രക്തം ആരും കാണാത്ത സ്ഥലത്തൊന്ന് ഒഴുക്കി കളയണം, ഇത് ഒഴിച്ചൊന്ന് കളയണം, ഇത് ഒഴിവാക്കി കളയണമെന്ന് പറഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ രക്തത്തിന്റെ ബോട്ടലങ്ങ് വാങ്ങിക്കൊണ്ട് കുറെ ദൂരമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, എവിടെ എന്റെ രക്തം ഒഴിച്ചു കളഞ്ഞോ? ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ആ രക്തം ഞാൻ ആരും കാണാത്ത സ്ഥലത്ത് ഒഴിച്ചു പോയി നബിയേ. രക്തം നജസാണ്, സാധാരണക്കാരന്റെ രക്തം എല്ലാവർക്കും അറിയാലോ. രക്തം ശരീരത്തിലും ഡ്രസ്സിലും പുരണ്ടാൽ നിസ്കാരം സുഹിയാവില്ലല്ലോ. അതേ അബൂ തൽഹയോട് നബി തങ്ങൾ ചോദിക്കുന്ന, മോനെ, എവിടെയാണ് രക്തം കളഞ്ഞത്? ആരും കാണാത്ത സ്ഥലം ഏതാണെന്ന് പറയൂ. അബൂ തൽഹ പറയുന്നു, നബിയേ, അവിടുത്തെ ശരീരം ഷറഫാകപ്പെട്ട ശരീരമാണ്, അവിടുത്തെ അവയവം ഷറഫാകപ്പെട്ട അവയവമാണ്, അവിടുത്തെ ശരീരത്തിന്റെ ഉള്ളിലുള്ള രക്തം അത് ഷറഫാകപ്പെട്ട രക്തമാണല്ലോ. അത് എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഒഴുക്കി കളയുക? അത് മുഴുവനും ഞാൻ വലിച്ചു കുടിച്ചു നബിയേ. അവിടുത്തെ രക്തം എനിക്ക് നല്ലോണം കുടിച്ചു, എനിക്ക് വളരെ സന്തോഷമായെന്ന് അബൂ തൽഹ പറയുമ്പോ നബി തങ്ങൾ നജസാണ്, കുടിക്കാൻ പാടില്ല, എന്റെയും നിന്റെയും രക്തം ഒരുപോലെയാണെന്ന് പറയാതെ അബൂ തൽഹയുടെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുന്നു, റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനം കൊടുക്കുന്നു, റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബൂ തൽഹ ആമീൻ പറയുന്നു. അത് റസൂലുള്ളാഹിനോടുള്ള ആദരവല്ലേ? അത് റസൂലുള്ളാഹിനോടുള്ള ബഹുമാനമല്ലേ? ആ ബഹുമാനം നമുക്ക് അല്ലാഹു നൽകട്ടെ. ആ ബഹുമാനമില്ലാത്തവൻ ഈമാനില്ലാത്തവരാണ്. ഈമാനില്ലാത്തവർ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരൊറ്റ കാര്യവും കൂടി ഞാൻ പറയുന്ന വിശ്വാസികളെ, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവർ, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവർ, 100ഉം 1000ഉം 10,000ഉം ചൊല്ലിയവർ, നിങ്ങളോടൊക്കെ എനിക്കൊരു പറയാനുള്ളത്, എപ്പോഴും സ്വലാത്ത് പതിവാക്കണം. സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം നമുക്ക് വേണ്ട, സ്വലാത്ത് ചൊല്ലാത്തൊരു നിമിഷം നമുക്ക് വേണ്ട. അതെപ്പോഴും പതിവാക്കിയാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയില്ലേ, ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ആഖിറത്തിൽ ഒരു ചാണകല സൂര്യൻ നിർത്തിക്കുമ്പോ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ ചോട പോയി സുജൂദ് ചെയ്തു, അർശിന്റെ ചോട പോയി തലകുനിച്ചു പോയി. ആ
ആ സുജൂദ് കണ്ടപ്പോ അല്ലാഹു പറയുന്നു ഇർഫഅ റഅസക യാ മുഹമ്മദ് ഇർഫഅ റഅസക യാ മുഹമ്മദ് സൽ തുഅതാ വശ്ഫഅ തുശഫഅ. ഓ നബിയേ, അങ്ങ് തലയിട്ടടിക്കേണ്ട സ്ഥലമല്ല ഇത് നബിയേ, അങ്ങ് സുജൂദ് ചെയ്യേണ്ട നബിയേ. എന്തിനാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയിട്ടടിക്കുന്നത്? ചോദിക്കൂ, തരാമല്ലോ. ആ സമയത്ത് ലോക നേതാവ് ചോദിക്കുന്നത് എന്താണെന്നറിയുമോ? അശ്ശഫാഅത്തുൽ ഉളമ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശഫാഅത്ത്, ആ ശഫാഅത്ത് അല്ലാഹു കൊടുത്തപ്പോ അനലഹാ, അതിന്റെ അധികാരം എനിക്ക് തന്നെ, അതിന് അർഹത എനിക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോ അല്ലാഹു പറയുന്നു, നബിയെ തല പൊന്തിക്കൂ, തലയിട്ടടിക്കല്ല നബിയെ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഉമ്മത്തി 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 ഉമ്മത്തി. അല്ലാഹുവേ, സൂര്യപ്രകാശത്തിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്റെ ഉമ്മത്ത് അവിടുന്ന് മുങ്ങിക്കുളിക്കുന്നത് കണ്ടില്ലേ? അവർക്കൊന്ന് തണല് കൊടുക്കണം റഹ്മാനെ, അവർക്കൊന്ന് തണല് നീ കൊടുക്കണം റഹ്മാനെ. അർശിന്റെ തണലൊന്ന് നീ നൽകണം അല്ലാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ആ നേതാവിന്റെ തണല് കിട്ടാൻ, അർശിന്റെ തണല് കിട്ടാൻ ഈ സ്വലാത്ത് ചൊല്ലിയവർക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളും ഉമ്മമാരും കുടുംബങ്ങളും സഹപ്രവർത്തകരും എല്ലാവരും ഈ കോടിക്കണക്കിന് സ്വലാത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ആ തണലുകൾ നൽകട്ടെ. ഫിർദൗസിൻ പൂന്തണലിൽ നാളെ മുത്തുനബിയുടെ ചാരേ അനുഭൂതികൾ നേടാൻ കൽബിലൂറുമെൻ സ്വപ്നത്തെ നിറവേറ്റിടണേ യാ സുബ്ഹാനേ, നിറവേറ്റിടണേ യാ സുബ്ഹാനേ. നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാനന്ദം, നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാനന്ദം. വിധിയേകിടണേ അല്ലാ എന്നിൽ, വിധിയേകിടണേ അല്ലാ, വിധിയേകിടണേ അല്ലാ എന്നിൽ, വിധിയേകിടണേ അല്ലാ. ഫിർദൗസിൻ പൂന്തണലിൽ നാളെ മുത്തുനബിയുടെ ചാരേ അനുഭൂതികൾ നേടാൻ കൽബിലൂറുമെൻ സ്വപ്നത്തെ നിറവേറ്റിടണേ യാ സുബ്ഹാനേ, നിറവേറ്റിടണേ യാ സുബ്ഹാനേ. ആകരത്താൽ ഹൗലുൽ കൗസർ ഞാൻ കുടിക്കണം എന്നും, ആ സുഗന്ധ പാനീയത്താൽ ദാഹമകറ്റണം. സല്ലല്ലാഹു അലാ ഹബീബി സല്ലി അലൻ നബി യാ അല്ലാഹ്. ആകരത്താൽ ഹൗലുൽ കൗസർ ഞാൻ കുടിക്കണം എന്നും, ആ സുഗന്ധ പാനീയത്താൽ ദാഹമകറ്റണം. ആ തിരുനബി തൻ പുണ്യശഫാഅത്തേകിടൂ അല്ലാഹ്. ആ മഹാസൗഭാഗ്യത്തിനായി തേടിടുന്നല്ലാഹ്. ഇതൾ വിരിയും മോഹങ്ങൾ പൂവിടണേ എൻ സ്വപ്നങ്ങൾ, ഇതൾ വിരിയും മോഹങ്ങൾ പൂവിടണേ എൻ സ്വപ്നങ്ങൾ, പൂവിടണേ എൻ സ്വപ്നങ്ങൾ. നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാം ആനന്ദം, നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാം ആനന്ദം. വിധിയേകിടണേ അല്ലാ എന്നിൽ, വിധിയേകിടണേ അല്ലാ, വിധിയേകിടണേ അല്ലാ എന്നിൽ, വിധിയേകിടണേ അല്ലാ. ഫിർദൗസിൻ പൂന്തണലിൽ നാളെ മുത്തുനബിയുടെ ചാര
നാളെ അനുഭൂതികൾ തീർക്കാൻ കൽബിലൂറുമെൻ സ്വപ്നത്തെ നിറവേറ്റിടണേ യാ സുബ്ഹാനേ നിറവേറ്റിടണേ യാ സുബ്ഹാനേ ആദരം തിരുനബിയുടെ ചാരെ ഞാനിരിക്കണം അല്ലാഹുവോളം സ്വർഗസുഖത്താൽ സന്തോഷിക്കണം സല്ലല്ലാഹു അലാ ഹബീബി സല്ലി അലൻ നബി യാ അല്ലാഹ് ആദരം തിരുനബിയുടെ ചാരെ ഞാനിരിക്കണം അല്ലാഹുവോളം സ്വർഗസുഖത്താൽ സന്തോഷിക്കണം പുഞ്ചിരി വിരിയും സുന്ദരവദനം നേരിലായി കാണാൻ എൻ്റെ നബിയുടെ സ്നേഹമധുര സാഗരം നുണയാൻ ഇതൾ വിരിയും മോഹങ്ങൾ പൂവിടണേ എൻ സ്വപ്നങ്ങൾ ഇതൾ വിരിയും മോഹങ്ങൾ പൂവിടണേ എൻ സ്വപ്നങ്ങൾ പൂവിടണേ എൻ സ്വപ്നങ്ങൾ നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാം ആനന്ദം നിത്യസുമോഹന സൗഭാഗ്യം ആത്യന്തികമാം ആനന്ദം വിധിയേകിടണേ അല്ലാഹ് എന്നിൽ വിധിയേകിടണേ അല്ലാഹ് വിധിയേകിടണേ അല്ലാഹ് എന്നിൽ വിധിയേകിടണേ അല്ലാഹ് ഫിർദൗസിൻ പൂന്തണലിൽ നാളെ മുത്തുനബിയുടെ ചാരേ അനുഭൂതികൾ തീർക്കാൻ കൽബിലൂറുമെൻ സ്വപ്നത്തെ നിറവേറ്റിടണേ യാ സുബ്ഹാനേ നിറവേറ്റിടണേ യാ സുബ്ഹാനേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി ത്വാഹ
ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും പൂമദീന മനസ്സിൽ വന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും പൂമദീന മനസ്സിൽ വന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ മനസ്സിന്റെ മിഴികളിൽ മഴത്തുള്ളി തന്നേ മണിമുത്തിൻ മദിഹിന്റെ ഇശലലയന്നേ മനസ്സിന്റെ മിഴികളിൽ മഴത്തുള്ളി തന്നേ മണിമുത്തിൻ മദിഹിന്റെ ഇശലലയന്നേ മഹത്വങ്ങൾ നിറഞ്ഞുള്ള മദീനത്തെ മണ്ണിൽ മരണത്തിൻ മുമ്പേ ചാരെ വാരാനാശ നിറഞ്ഞേ മഹമൂദ് നബിയിൽ സുന്ദരഹാരം ചൊരിഞ്ഞേ മുന്തും നശീദ പാടി മനസ്സിന്റെ മോഹം ചൂടി ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ ഇഷ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ കാരുണ്യത്തിൻ കിരണങ്ങൾ ലോകമെങ്ങും ചൊരിഞ്ഞ് കനിവിനായി താമരം പോലും പൊട്ടിക്കരഞ്ഞ് കാരുണ്യത്തിൻ കിരണങ്ങൾ ലോകമെങ്ങും ചൊരിഞ്ഞ് കനിവിനായി താമരം പോലും പൊട്ടിക്കരഞ്ഞ് കനിവിനായി താമരം പോലും പൊട്ടിക്കരഞ്ഞ് മഹമൂദ് നബിയിൽ സുന്ദരഹാരം ചൊരിഞ്ഞ് മുന്തും നശീദ പാടി മനസ്സിന്റെ മോഹം ചൂടി ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ ഹിദായത്തിൻ വെളിച്ചങ്ങൾ പകർന്നുള്ള തങ്ങൾ ഇടറുന്ന സമയത്ത് വഴി കാട്ടി തിങ്കൾ ഹിദായത്തിൻ വെളിച്ചങ്ങൾ പകർന്നുള്ള തങ്ങൾ ഇടറുന്ന സമയത്ത് വഴി കാട്ടി തിങ്കൾ ഇടനെഞ്ചിൽ വിരിയുന്നത് അവിടത്തെ ചന്തം ഇഹത്തിലും പരത്തിലും നമുക്കുള്ള ബന്ധം മഹമൂദ് നബിയിൽ നൊമ്പരങ്ങൾ പറയൂ മുന്തും നശീദ പാടി മനസ്സിന്റെ മോഹം ചൂടി ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ ലോകം
അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ ലോകം അജബിനാലെ തീർത്തവനാം ഖാദിറല്ലാഹ് അകവും പുറവും അറിയുന്നോൻ ഉൾപ്പൊരുളെല്ലാം കാണുന്നോൻ അകവും പുറവും അറിയുന്നോൻ शहीदे
ഹുസൈനൊലിയാരേ ദൂരെ ഓ സൈനൊലിയേ ഗുണമണിയേ ഫാത്തിമ സുഹ്റ ബത്തൂലെ സന്തതി പതി കർബല ഷഹീദയാ ഹുസൈനൊലിയാരേ ദൂരെ പതി കർബല ഷഹീദയാ ഹുസൈനൊലിയാരേ ദൂരെ ഓ സൈനൊലിയേ ഗുണമണിയേ ഫാത്തിമ സുഹ്റ ബത്തൂലെ സന്തതി പതി കർബല ഷഹീദയാ ഹുസൈനൊലിയാരേ
തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതളു വിരിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതളു വിരിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ പൂങ്കുയിലെ നീ പാട്ടുപാടിയതെന്റെ ഹബീബിനുറക്കാനോ നീ എന്റെ ഹബീബിനുറക്കാനോ പൂമയിലെ നീ പീലിവിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ പൂങ്കുയിലെ നീ പാട്ടുപാടിയതെന്റെ ഹബീബിനുറക്കാനോ നീ എന്റെ ഹബീബിനുറക്കാനോ പൂമയിലെ നീ പീലിവിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജൻ കാണാനോ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതളു വിരിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ താരകങ്ങൾ വന്നിട്ടൊന്നിച്ചു നീച്ചതിനെന്റെ ഹബീബിൽ ചാർത്താനോ ഒരു സ്വാഗതഹാരം ചാർത്താനോ സാഗരമിൽ തിരതുള്ളി കളിക്കണതാനന്ദം അറിയിക്കാനോ ആ ജന്മദിനം കൊണ്ടാടാനോ താരകങ്ങൾ വന്നിട്ടൊന്നിച്ചു നീച്ചതിനെന്റെ ഹബീബിൽ ചാർത്താനോ ഒരു സ്വാഗതഹാരം ചാർത്താനോ സാഗരമിൽ തിരതുള്ളി കളിക്കണതാനന്ദം അറിയിക്കാനോ ആ ജന്മദിനം കൊണ്ടാടാനോ അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ പൂങ്കാറ്റേ നീ ചുറ്റിത്തിരിയണതൊന്നു വാരി ഉണരാനോ റൗദാ ശരീരത്തിലിറങ്ങാനോ പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരറിയിക്കാനോ പൂവിൻ കുളിരറിയിക്കാനോ പൂങ്കാറ്റേ നീ ചുറ്റിത്തിരിയണതൊന്നു വാരി ഉണരാനോ റൗദാ ശരീരത്തിലിറങ്ങാനോ പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരറിയിക്കാനോ പൂവിൻ കുളിരറിയിക്കാനോ അമ്പരമൊറ്റ തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ അമ്പരമൊറ്റ
അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ എൻ്റെ അമ്പിയ രാജനെ കാണാനോ ചെമ്പകമേനി ഇതളു വിളിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജൻ കാണാനോ എൻ്റെ അമ്പിയ രാജനെ കാണാനോ ചെമ്പകമേനി ഇതളു വിളിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ മനസ്സിൽ മായാത്ത മരതക മുത്ത് വദനമാ എൻ്റെ നബിയല്ലാഹ് മാരിവിൽ തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുല്ലാഹ് ബദറിന്റെ ചിരി തൂകും നബി തങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മനസ്സിൽ മായാത്ത മരതക മുത്ത് വദനമാ എൻ്റെ നബിയല്ലാഹ് മാരിവിൽ തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുല്ലാഹ് മനസ്സിൽ മായാത്ത മരതക മുത്ത് വദനമാ എൻ്റെ നബിയല്ലാഹ് മാരിവിൽ തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുല്ലാഹ് സന്ധ്യാർക്കൻ ത്വാഹ പൂമോകം തന്നെ ചിത്രണം ചെയ്ത പോൽ ചന്തം സന്ധ്യാർക്കൻ ത്വാഹ പൂമോകം തന്നെ ചിത്രണം ചെയ്ത പോൽ ചന്തം പുഞ്ചിരി തൂകും പൂമോകം കണ്ട വാച്യമാണോ ആനന്ദം മഞ്ചരി പോലും നാണിക്കും ത്വാഹ പുഞ്ചിരി കണ്ടാൽ സാരാനന്ദം മഞ്ചരി പോലും നാണിക്കും ത്വാഹ പുഞ്ചിരി കണ്ടാൽ സാരാനന്ദം മഞ്ചരി തോൽക്കും ശരശരിൽ ഗന്ധം മനസ്സിൽ അഴകിലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുല്ലാഹ് തിരുറൗലാസവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മോഹം തിരുറൗലാസവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മോഹം ഹൗലുൽ കൗതറിൻ മധുപാനം നാവിൽ തുണയാനുണ്ടല്ലോ ഒരു ദാഹം മഹേശ്വരാമണ്ണിൽ നഗ്ന പാരേരായി അലയും നേരത്തെ തിരുശേഖം മഹേശ്വരാമണ്ണിൽ നഗ്ന പാരേരായി അലയും നേരത്തെ തിരുശേഖം ഇവരീ പാപികൾ കരുളാൻ ത്വാഹ ആടഞ്ഞില്ലേ ആ വിരിതയനേ
തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെന്റെ നൂറുള്ള. അകമില്ലാരികൾ കനലായി നീറുമ്പോൾ മെഹബൂബിൻ നാമം ശിഫ നൽകും. അകമില്ലാരികൾ കനലായി നീറുമ്പോൾ മെഹബൂബിൻ നാമം ശിഫ നൽകും. പരവിൽ കൂരിരുൾ തിരയും നേരത്ത് തിരുദീപം വഴിയിൽ പ്രഭ നൽകും. മധുമൊഴി പതിതറിക്കൊരു നീലാവായി ഗഗനം വെണ്മയിൽ നിലകൊള്ളും. നിധിമാതിയുദയം ചെയ്യും നേരത്ത് ഇരുളിൻ സൈന്യങ്ങൾ വിറകൊള്ളും. മനസ്സിൽ മായാത്ത മരതകമുത്തിൽ വദനമാ നിന്റെ നബിയുള്ള. തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെന്റെ നൂറുള്ള. ബദറിന്റെ ചിരിതൂകും നബി തങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിണ്ണിലുള്ളൊരായിരം താരകങ്ങൾ പോലെ മണ്ണിതിൽ തിളങ്ങിയ മുത്തൊളി സഹാബ. താരകത്തിലമ്പിളി തന്നിലാവ് പോലെ താഹയോ